കൂടി വീട്ടുകരമ്പ പോകുമ്പോൾ വീട്ടിൽ വരമ്പത്തൊരു ചേനത്തണ്ട് അയലത്തെ വീട്ടിലെ കല്യാണ കുഞ്ഞി കൊടിയോടെ വെള്ളം വെള്ളം നഷ്ടം തുടങ്ങി തന്നെ പിടിക്കുന്നില്ല. കുടുക്കയിൽ ഒരാളിരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതാ തനിയിട്ടിട്ടുണ്ട്. നിങ്ങളെ വന്ന് തിന്നാത്തെ എല്ലാവരും വന്ന് തിന്നോ. ഇവിടെ നിറച്ചു ലവേഴ്സ് ഉണ്ടായിനു. ഒരു കടയിലെല്ലാം കൊണ്ട് കൊടുത്ത് പിന്നെ അതിൻ്റെതോടെ അങ്ങനെ കുറേ അല്ലേ തുടങ്ങിയല്ലേ. പിന്നെ അങ്ങനെ ആയാലും ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഹെൽത്തി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫുഡ് കൊടുക്കാം. ഇതാണ് മീൻ്റെ ഫുഡ്. ഇതാ നല്ല തരി തരി പോലത്തെ വെള്ളം ഒന്നും കലങ്ങില്ല. നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ. നല്ല ഫുഡാണ്. ഇത് കണ്ടോ, നല്ലൊരു ഫുഡായതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും കലങ്ങി ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു മാസമായി വെള്ളം വൃത്തിയാക്കിയിട്ട്. ഈ മീനിൻ്റെ പരിപാടി എപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പൂച്ചയെല്ലാം കൃത്യമായ ടൈമിനോട് എത്തുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് മാത്രം ടൈം അറിയുന്നത്. അവർ മീനും കൊണ്ട് വരുന്ന ആ ടൈമിന് പൂച്ച എത്തും. ഇവർ മാത്രമല്ല, 2-3 ആളുണ്ട്. എല്ലാം തന്നിട്ട് പോയിട്ട് എല്ലാവരും വിഷപ്പൊക്കെ മാറി. താറാവ് ഇതെവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി അവരുടെ ഫുഡാണ് കൊടുക്കേണ്ടത്. അവർ ഫുഡിന് കാത്തിക്കലാണ്. അപ്പോൾ അവരും ഫുഡ് കഴിച്ചു. കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്ന് കേട്ടാ കാലിയായി. എന്തായാലും ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഞാൻ നോക്കുന്നുണ്ട്. ഇവർ നോക്കിയേ, ഒരു തലയെല്ലാം നോക്കിയാൽ ചുവന്നിട്ട് നല്ല രസമില്ല. മാഷാഅല്ലാഹ്. ഇതാ ഇന്ന് ഉച്ചക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചോറൊക്കെ റെഡിയായി. ഇതാ നെത്തൽ പൊരിക്കുന്നുണ്ട്. ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെച്ചിന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ എൻ്റെ വീട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ചോറ്, മീൻ നെത്തൽ പൊരിച്ചത്, തേങ്ങ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം.